ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ച കൂടുമോ? പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. കാഴ്ച തകരാറുള്ള കുട്ടികൾക്കാകട്ടെ മുതിർന്ന ആളുകൾക്കാകട്ടെ കണ്ണട നിർദ്ദേശിക്കുന്ന സമയത്ത് അവർ ചോദിക്കാറുണ്ട്, ഇത് എന്തെങ്കിലും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവില്ലേ, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്താൽ കാഴ്ച തകരാറിനുള്ള ഈ കണ്ണട നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, കണ്ണിൻ്റെ കാഴ്ച തകരാറുകൾ എന്നുള്ളത് റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്രയാസമാണ്. നമ്മളുടെ കണ്ണിൻ്റെ കോർണിയ ഒരു റിഫ്രാക്റ്റീവ് മീഡിയമാണ്. കണ്ണിലേക്ക് വരുന്ന പ്രകാശരശ്മികളെ ഫോക്കസ് ചെയ്ത് കണ്ണിൻ്റെ റെട്ടിന എന്ന് പറയുന്ന കാഴ്ച ഞരമ്പിൻ്റെ പ്രധാന അവയവത്തിലേക്ക് എത്തിക്കുക, ഒരു പോയിന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കോർണിയയുടെയും അതുപോലെ തന്നെ കണ്ണിനകത്തുള്ള ലെൻസിൻ്റെയും ധർമ്മം. ആ ഫോക്കസ് ചെയ്യുന്നതിൽ വരുന്ന ചെറിയ അപാകതയാണ് കാഴ്ച തകരാറുകൾ എന്നുള്ളത്. അത്തരം തകരാറുകൾ പരിഹരിക്കാനുള്ള സിമ്പിൾ ഡിവൈസാണ് കണ്ണട. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ കോൺടാക്ട് ലെൻസ് കൊടുക്കാറുണ്ട്. പിന്നെ അത് രണ്ടും കഴിയാത്ത കുറച്ചുകൂടി പ്രായം ഉള്ള ആൾക്ക് നമ്മൾ ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കണ്ണട വെക്കാൻ മടിയുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ലെൻസും ഒഴിവാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ലേസിക് സർജറി ചെയ്യാറുണ്ട്. അതർവൈസ് നമ്മൾ സാധാരണയിൽ കണ്ണടയാണ് നിർദ്ദേശിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു തകരാറ് കാരണം ഉള്ള ഫോക്കസ് ചെയ്യാനുള്ള പ്രയാസം പരിഹരിക്കാനുള്ള ഡിവൈസ് ആ സമയത്ത് കണ്ണട അല്ലെങ്കിൽ കോൺടാക്ട് ലെൻസാണ്. അതിൻ്റെ പരിഹാരമായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിൻ്റെ പവർ കൂടുക കുറേ ചെയ്യുന്നതായിട്ട് നമ്മൾ ഇതുവരെ സയൻറ്റിഫിക്കലി തെളിയിച്ചിട്ടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, പലപ്പോഴും ആളുകൾ പല എക്സസൈസിനും പോയിട്ട് കണ്ണട ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാറുണ്ട്. അത് കഴിഞ്ഞ് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും നമ്മളുടെ അടുത്ത് കണ്ണട ഡോക്ടർക്ക് വരാറുണ്ട്. അത്തരം ആളുകൾക്ക് പഴയ തകരാറ് അവിടെ തന്നെ ഉണ്ടാവും. അവർക്ക് മനസ്സമാധാനത്തിന് പല എക്സസൈസും ചെയ്യാം എന്നല്ലാണ്ട് കാഴ്ച അതുകൊണ്ട് കൂടുന്നതായിട്ട് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. വേറൊരു കാര്യം അതിൽ ആഡ് ചെയ്യാനുള്ളത്, ചില കാഴ്ച തകരാറ്, ഇപ്പോൾ കൺവേർജൻസ് എക്സസൈസ് എന്ന് പറയുന്ന എക്സസൈസ് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. അത് കണ്ണിൻ്റെ പവർ കൂട്ടാനുള്ളതല്ല, നേരിച്ച് അതിനെ മസിലിന് വേണ്ടിയുള്ള എക്സസൈസാണ്. അത് പ്രത്യേക തരം ചില അപാകതകൾക്ക് കൺവേർജൻസ് ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു പ്രയാസമുള്ള ആൾക്ക് മാത്രമാണ് നമ്മൾ അത്തരം എക്സസൈസ് നിർദ്ദേശിക്കാറുള്ളത്. പിന്നെ ഡിപ്ലോപ്പിയ അങ്ങനെ പല പ്രശ്നങ്ങൾക്കും മറ്റ് എക്സസൈസുകൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതല്ലാതെ കണ്ണിൻ്റെ പവർ കൂട്ടാനുള്ള ഒരു എക്സസൈസ് ഇന്ന് നിലവിലില്ല എന്ന് നാം മനസ്സിലാക്കുക. നേരെ മറിച്ച് നാം മനസ്സിലാക്കേണ്ടത് ജനറൽ എക്സസൈസ്, ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും നമ്മൾ അനക്കിയിട്ടുള്ള എക്സസൈസ്, വ്യായാമം, ശാരീരിക വ്യായാമം കണ്ണിനെ സംബന്ധിച്ചത് വളരെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ കണ്ണിൻ്റെ അകത്തേക്കുള്ള രക്തക്കുഴലുകൾ കണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ആ കണ്ണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവശ്യമുള്ള പോഷകങ്ങൾ എത്തിക്കുക എന്നുള്ളത് ആ രക്തക്കുഴലിൻ്റെ ധർമ്മമാണ്. അവിടെ എവിടെയെങ്കിലും ചെറിയ ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം കണ്ണിലേക്കുള്ള രക്തയോട്ടം കുറയും, കാഴ്ചനെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ പോവാനും അതുവഴി ജീവിത പ്രയാസത്തിലാവാനും അത് കാരണമാകും. അത്തരം ബ്ലോക്കുകൾ വരാതിരിക്കാനുള്ള മാർഗം എന്നുള്ളത് നമ്മൾ ഭക്ഷണ ക്രമീകരണം, കൊഴുപ്പുള്ള അല്ലെങ്കിൽ അന്നജങ്ങളുള്ളത് കൂടുതൽ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് വരിക, ഇലക്കറികളും പച്ചക്കറികളും ഫ്രൂട്ട്സും കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, വെള്ളം ധാരാളം കുടിക്കുക, അതുപോലെ തന്നെ ശാരീരിക വ്യായാമം. ആ വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മളെ ശരീരത്തിലേക്കുള്ള മൊത്തം രക്തയോട്ടം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ കണ്ണിലേക്കുള്ള രക്തയോട്ടം നന്നായിട്ടുണ്ടാവും. രക്തക്കുഴലുള്ള ബ്ലോക്ക് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ബ്ലോക്ക് വരാനുള്ള മാർഗം തടയുന്നത് കൂടെ തന്നെ കണ്ണിനകത്തുള്ള രക്തക്കുഴലുള്ള ബ്ലോക്കും അത് വരുന്നത് തടയും. ആ രീതിയിൽ ശാരീരിക വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കണ്ണിൻ്റെ ആരോഗ്യവും നന്നായിട്ട് ശ്രദ്ധിക്കാൻ കഴിയും. ഭാവിയിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത നമുക്ക് കുറക്കാൻ കഴിയും. ആ രീതിയിൽ നമുക്ക് കാഴ്ച തകരാറ് വരാനുള്ള സാധ്യത നമുക്ക് തടയാൻ കഴിയും. അതല്ലാതെ കണ്ണിനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ എക്സസൈസ് ചെയ്ത് കാഴ്ച കൂട്ടാൻ കഴിയില്ല. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ തുടർച്ചയായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന അവയവങ്ങളിൽ ഒന്നാണ് കണ്ണെന്നത്. നമുക്കറിയാം, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും വർക്ക് ചെയ്യുന്ന 2 പ്രധാന മസിലുകളാണ്. ഒന്ന് ഹാർട്ടിലെ മസിലും മറ്റൊന്ന് ശ്വാസം എടുക്കുന്ന മസിലുകളും. എന്നു വെച്ചാൽ ഉറങ്ങുന്ന സമയത്ത് ഈ കണ്ണിൻ്റെ മസിൽ അധികം ചലിക്കുന്നില്ല. നേരെ ഉണർന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചലിക്കുന്ന മറ്റൊരു അവയവമാണ് നമ്മുടെ കണ്ണിനകത്തുള്ളയും പുറത്തുള്ള മസിലുകൾ എന്നല്ല. പുറത്ത് 5-6 മസിലുണ്ട്, നമുക്ക് 6 മസിലുണ്ട് ഓരോ കണ്ണിന് പുറത്ത്. അകത്ത് 2-3 ടൈപ്പ് മസിലുണ്ട്. അതൊക്കെ നമ്മൾ ഉണർച്ചയിൽ നന്നായിട്ട് തുടർച്ചയായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനായിട്ട് വേറെ എക്സസൈസിൻ്റെ ആവശ്യമില്ല. ഞാൻ വെച്ചാൽ ശാരീരികമായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ഗുണം കിട്ടുന്ന പോലെ തന്നെ കണ്ണിനും അത് ഗുണമാണ്. ആ രീതിയിലുള്ള എക്സസൈസിലേക്ക് നമുക്ക് മാറാം. മറ്റു എക്സസൈസുകൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ കാണുന്നതിൽ നമ്മൾ വഞ്ചിതരാവാതിരിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ.